വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് വെച്ചാല് അത് തീർച്ചയായിട്ടും നമ്മുടെ മഴക്കാലം തന്നെയാണ്. നമ്മുടെ എല്ലാ ജില്ലകളിലും നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ നേരെ മറിച്ചായിരിക്കും കേട്ടിട്ടുണ്ടാവുക. മഴക്കാലത്ത് കൂടുതൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവും എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ മുടി വളരില്ല എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതിന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് ഈ ഒരു മഴക്കാലത്താണ് നമ്മൾ ലേഹ്യങ്ങളും പച്ചമരുന്നുകളും അതേപോലെ തന്നെ പല തരത്തിലുള്ള കഞ്ഞികളും ഒക്കെ കുടിക്കണത്. ഇതെന്തിനാണെന്ന് അറിയാമോ? ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തെ അത് സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഴക്കാലത്ത് തന്നെ നമ്മൾ ഇത് കഴിക്കണത്. പ്രത്യേകിച്ച് പുറത്താണെന്നുണ്ടെങ്കിൽ ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ബോഡി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല കൂളായിട്ടുള്ള സമയമാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നല്ല ഫുഡുകൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മഴക്കാലം. അപ്പൊ ഇതിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മുടെ മുടിയുടെ കാര്യത്തിൽ വരുമ്പോൾ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് മഴക്കാലം. എങ്കിലും ഈ ഒരു ചെറിയ കാര്യം സ്റ്റാർട്ടിങ്ങിലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് നല്ല രീതിക്ക് തന്നെ വരും. കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരവും അതേപോലെ തന്നെ നമ്മുടെ തലയൊക്കെ തണുപ്പ്, ഒരു ചെറിയൊരു നനവ്, ഒരു തണുപ്പ് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് മഴക്കാലത്ത് കൂടുതലായിട്ട് തലയിൽ പേനില്ലാത്ത ആളുകൾക്ക് വരെ പേനിന്റെ ശല്യം ഉണ്ടാവുക. പേനിന്റെ ശല്യം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലപോലെ ചൊറിച്ചൽ അനുഭവപ്പെടും. നമ്മൾ ചൊറിയുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പൊക്കെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുവഴി തന്നെ നമുക്ക് ഒരുപാട് പതിവിലും കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും ഈ ഒരു സമയത്തുണ്ട്. അതേപോലെ തന്നെ താരന്റെ പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വരാനുണ്ട്. പ്രത്യേകിച്ച് മുടിയിൽ ഇങ്ങനെ ബബിള് പോലെ ഉണ്ടാവും. അതാണ് മുടിക്കായ എന്ന് പറയണത് കേട്ടോ. അത് മുടിക്കായ വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ തന്നെ നമ്മുടെ മുടിയിൽ തണുപ്പുള്ളത് കൊണ്ടും നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ ഒരു മുടിക്കായ വരുന്നത്. അപ്പൊ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഗേൾസിനും ബോയ്സിനും ഒക്കെ തന്നെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വെള്ളം നിങ്ങളുടെ സ്കാൽപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് മുടി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമേ നിങ്ങളുടെ തലയ്ക്കും നിങ്ങളുടെ മുടിക്കും ഒന്നും തന്നെ ബാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ മക്കൾക്ക്, എന്റെ മകൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാ മക്കൾക്കും ഇത് നിങ്ങൾ ഉപയോഗിച്ചു കൊടുക്കുക. കാരണം നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പിന്നെയും ഇടഞ്ഞിട്ടായിരിക്കും മുടി കെട്ടിവെക്കുക. അങ്ങനെ മുടി കെട്ടിവെക്കുമ്പോൾ തന്നെ അവർ പുറത്ത് കളിക്കുമ്പോഴൊക്കെ തന്നെ മഴ പെയ്ത് ചാറ്റലാണെന്നുണ്ടെങ്കിലും അവരുടെ മുടിയിൽ തട്ടി നനവ് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ മുടിയിൽ ധാരാളം, ഞാൻ ഒരുപാട് കുട്ടികളുടെ അങ്ങനെ കണ്ടിട്ടുണ്ട്, നിറച്ചും പേനും ഈരും അങ്ങോട്ട് വന്ന് തല മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ എല്ലാവരും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം എങ്കിലും ചെയ്താലുണ്ടല്ലോ നിങ്ങളുടെ സ്കാൽപ്പിൽ ഒരു ഇറിറ്റേഷൻസും ഒരു ഇച്ചിനെസ്സും വരില്ല. നിങ്ങളുടെ സ്കാൽപ്പ് അടിപൊളിയായി തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ആ വെള്ളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. കായ്ക്കണ വേപ്പിൻ്റെ ഇല. പല നാടുകളിലും പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുക. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇല കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഇവിടെ പറയണത് ആര്യവേപ്പില എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 99% ഓഫ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇലയുടെ വെള്ളം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നീര് നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന എല്ലാ ഇറിറ്റേഷൻസും ഇച്ചിനെസ്സും പേനും ഈരും എല്ലാം മാറി നമ്മുടെ സ്കാൽപ്പിനെ അടിപൊളിയായിട്ട് മാറ്റാൻ കഴിവുള്ള ദി ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് വെള്ളം, ഒരു 2-3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കാം. ജസ്റ്റ് ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വലിച്ചു വെച്ചിരിക്കണ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് നല്ല പോലെ 10-15 മിനിറ്റോളം നല്ല പോലെ വെട്ടി തിളപ്പിക്കണം. ഇങ്ങനെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ തിളച്ച് മറിഞ്ഞങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വേപ്പിലയുടെ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളം ഉണ്ടല്ലോ നല്ലൊരു കളർ ചേഞ്ച്, നല്ലൊരു യെല്ലോയിഷ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാനും കഴിയും. അതേപോലെ തന്നെ വെള്ളം നല്ലപോലെ
ചുക്കി ചുരുങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത അതേ വെള്ളം നമുക്ക് കിട്ടില്ല. കാരണം അത് തിളച്ച് പൊന്തുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ വെള്ളത്തിന് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണവും കിട്ടുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ വെള്ളം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് അരിച്ചെടുത്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ നീം വാട്ടർ, നമ്മുടെ ആര്യവേപ്പിന്റെ ഇലയുടെ വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പൊ ഈ ഒരു വെള്ളം ഞാനിപ്പോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇത് നമ്മൾ കുളിക്കുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ നിങ്ങളുടെ സ്കാൽപ്പില് ഈ ഒരു വെള്ളം നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് തന്നെ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുക കേട്ടോ. ഇങ്ങനെ കോരി ഒഴിച്ച് നിങ്ങളുടെ മുടിയുടെ ബാക്ക് സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് മുടി ഇവിടെ പിടിച്ച് കെട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ മേല് ഫുള്ളായിട്ട് തന്നെ കുളിക്കുക. കുളി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം നിങ്ങൾ ഷാമ്പൂ ഇടുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകാം, അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയെടുത്താൽ മതി. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ച് മുടി കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താല് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് മുടി വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിത്തറ, നല്ലൊരു സ്കാൽപ്പ് വേണം. നല്ലൊരു തലയോട്ടി ഉണ്ടെങ്കിലാണ് അവിടെ നല്ല നല്ല മുടികൾ നമുക്ക് കിളിർത്ത് വളരുകയുള്ളൂ. നമ്മുടെ തലയോട്ടിയിൽ അഴുക്കാണ്, പേനാണ്, ചെളിയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ തലയുടെ ഓട് ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെക്കുക. അതിന് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ഈ ഒരു നീം വാട്ടർ. ഇനി ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ മഴക്കാലത്ത് ചെയ്യേണ്ട ഓരോ ഹെയർ കെയർ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.